വേശ്യയെ കല്യാണം കഴിച്ച ഹോശയ്യ പ്രവാചകനെ ദൈവദാസൻ എന്ന് വിളിക്കുവോ? നമ്മൾ യുവാക്കൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് പരിഹരിക്കുവാൻ ഒരു ദൈവിക വ്യവസ്ഥയുണ്ട്. യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥയില്ല. There is no such thing like ഒരാളെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ആക്കുന്ന സംവിധാനമില്ല. അതിന് വ്യവസ്ഥകളുണ്ട്. നല്ല മഴയുണ്ടല്ലേ, അതുകൊണ്ട് തന്നെ ചെറിയൊരു മൂക്കടപ്പും ഒരു ജലദോഷവും ഒച്ചയടപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ ചുറ്റും നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് എങ്ങനെ നടിക്കും? ഞങ്ങൾ അനുഭവിക്കുന്ന യേശുവിനെ, ഞങ്ങൾ മനസ്സിലാക്കിയ യേശുവിനെ വിളിച്ചു പറയാനാണ് ഞങ്ങൾ ഈ ചാനൽ ഉപയോഗിക്കുന്നത്. അല്ല, ഞങ്ങൾ പറയാൻ വന്നത് മറ്റൊന്നുമല്ല. നമ്മൾ ഇന്നായിരിക്കുന്ന ഈ ആത്മീയ ലോകത്തിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപഠിക്കാനുള്ളത്? പണ്ട് നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന സഭ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ സഹകരിക്കുന്നവർ ഒക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് ഒറ്റ നോട്ടത്തിൽ ആത്മീയ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്, അല്ലേ? സത്യമല്ലേ അത്? ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നന്മ കിട്ടിയില്ലെങ്കിൽ ജനത്തെ നോക്കി ശപിക്കുന്ന നേതാക്കന്മാർ. ചിലരത് പരസ്യമായി പറയുന്നു, മറ്റു ചിലരത് രഹസ്യമായി ചെയ്യുന്നു. അത്രയുള്ള വ്യത്യാസം. കാരണം കൂടാതെ ശാപം പറ്റുകയില്ലെന്ന് മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ ജനത്തിനും കഴിയുന്നില്ല. പൗലോസ് ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞു, നിങ്ങളെല്ലാവരും ആത്മീയ വരത്തിനു വേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ചും പ്രവചന വരത്തിനു വേണ്ടി. എന്നാൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഈ കാലത്താണ് പൗലോസ് ജീവിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നു, പ്രവചനമല്ല, അതിനേക്കാളും വലിയ വരം ഒന്നുണ്ട്, വിവേചന വരം. ഇല്ലേ? നമ്മളോട് വചനം പ്രസംഗിക്കുന്നവർ എങ്ങനെയുള്ളവർ, നമ്മളെ നടത്തുന്നവർ എങ്ങനെയുള്ളവർ, നമ്മൾ കടന്നു പോകുന്ന സഭ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മളോട് കൂടെ ഇരിക്കുന്നവർ, സഹകരിക്കുന്നവരൊക്കെ എങ്ങനെയുള്ളവരെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രവചനമല്ല, നിശ്ചയമായും വിവേചന വരം തന്നെ നമുക്ക് വേണ്ടി വരും. എല്ലാവരും കല്ലെറിയുന്നു, അതുകൊണ്ട് ഇരിക്കട്ടെ എൻ്റെ വക ഒന്നെന്ന് പറഞ്ഞ് വാക്കുകൊണ്ട് എറിയാൻ നോക്കരുതേ. കാരണം പുതിയ നിയമത്തിൻ്റെ കർത്താവായ യേശു ഒരു വേശ്യയെപ്പോലും കല്ലെറിയാൻ സമ്മതിക്കാതെ ചേർത്ത് പിടിച്ചു. വന്ന സകല പ്രമുഖന്മാരെയും സ്വന്തം മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം മടക്കി അയച്ചവനാണ് കർത്താവ് യേശു ക്രിസ്തു. ഇല്ലില്ല, അത് പുതിയ നിയമത്തിൻ്റെ കാര്യം മാത്രമല്ല, പഴയ നിയമത്തിലും എൻ്റെ ദൈവം അങ്ങനെ തന്നെയായിരുന്നു കർത്താവ്. കാരണം അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്. അതെ, നോഹ എന്നൊരു അപ്പച്ചനെ നമുക്കറിയാമല്ലോ. പെട്ടകത്തിൽ നിന്നിറങ്ങിയ നോഹ ചെറിയ കൃഷിയൊക്കെ ആരംഭിച്ചു. എന്താണ് കൃഷി? മുന്തിരിത്തോട്ടം. മുന്തിരി ഇഷ്ടം പോലെ ഉണ്ടായി. മുന്തിരിങ്ങ പറിച്ച് വീഞ്ഞുണ്ടാക്കി ഇഷ്ടം പോലെ അങ്ങ് കുടിച്ചു. ലഹരി പിടിച്ച് നഗ്നനായി സ്വന്തം കൂടാരത്തിൽ കിടക്കുകയാണ്. ഷേം, ഹാം, യാഫേത്ത് 3 മക്കൾ. അതിൽ ഹാം സ്വന്തം ജീവിതത്തിൽ ഹാം ചെയ്തു. സംഭവിച്ചത് എന്താണെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. ഹാം അപ്പൻ്റെ നഗ്നത കണ്ടു. പുറത്തു വന്ന് സ്വന്തം സഹോദരങ്ങളോട്, എങ്ങും കൊട്ടിഘോഷിച്ചില്ല, സ്വന്തം സഹോദരങ്ങളോട് തന്നെ വന്ന് പറഞ്ഞു, ദാ അപ്പൻ നഗ്നനായി കിടക്കുന്നു. ഇത് കേട്ടപാടെ ഒരു തുണിയെടുത്ത് മറ്റ് 2 സഹോദരങ്ങളും മുഖം തിരിച്ചു വന്ന് അപ്പൻ്റെ നഗ്നത ആദ്യം അങ്ങ് മറച്ചു. എന്നിട്ട് അവന് സുബോധം വന്നപ്പം അതെല്ലാം പറഞ്ഞു കൊടുത്തു. സത്യത്തിൽ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹാം എന്ന മകൻ ശപിക്കപ്പെട്ടു പോയി. ഒരുവന്റെ വീഴ്ചയ്ക്കായി കാത്തിരുന്നത് പോലെയായിരുന്നു സമൂഹം. അതിനെ ആഘോഷമാക്കി ഉത്സവം ആചരിക്കുകയായിരുന്നു. ഒരാളുടെ വീഴ്ച കണ്ട് ആരെങ്കിലും കരയുന്നവരുണ്ടോ? ദൈവനാമത്തിന് വന്ന ഹീനത മനസ്സിലാക്കി ആരെങ്കിലും നിലവിളിക്കുന്നവരുണ്ടോ എന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല താനും. ജാതികളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, അവർക്ക് വചനം അറിയില്ലല്ലോ. എന്നാൽ വചനം വിളിച്ചു പറയുന്ന, ദൈവസ്നേഹം വിളിച്ചു പറയുന്നവർ തന്നെ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ എന്തോ ഒരു വല്ലായ്മ. എന്തായാലും ഇങ്ങനെയുള്ള കമൻറ്റുകളും ഇങ്ങനെയുള്ള സംസാരങ്ങളും ഞങ്ങൾ കേൾക്കാൻ പോവുകയില്ല. അത് പാപമെന്ന് മനസ്സിലാക്കി, അത് ശാപമെന്ന് മനസ്സിലാക്കി, അവരുടെ പാപങ്ങളിൽ പങ്കുചേരേണ്ട, ഓഹരിക്കാരായി തീരേണ്ട എന്ന് വെച്ച് തന്നെയാണ്. ഒരുത്തൻ വീഴുന്നതോ നിൽക്കുന്നതോ അത് ദൈവത്തിൻ്റെ ഇഷ്ടം. അവനെ വീണ്ടും കൊണ്ടുവന്ന് ഒട്ടിച്ചു ചേർക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ടെങ്കിലോ? എന്തു തന്നെയായാലും ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ തലമുറകളെ, അല്ലെങ്കിൽ ഇനി വരുവാനിരിക്കുന്ന തലമുറകളെ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഭയമുണ്ട്. കാരണം വീഴുന്നവരെ താങ്ങുവാൻ അറിയാത്തവർ, വഴിതെറ്റിപ്പോയവരെ മടക്കിക്കൊണ്ടുവരുവാൻ അറിയാത്തവർ, അത് പിന്മാറിപ്പോകുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുവാൻ മനസ്സില്ലാത്തവർ, ഇവരുടെ കയ്യിൽ വരും തലമുറകൾ സുരക്ഷിതരോ? എന്നാൽ ഞങ്ങളെ ചിന്തിപ്പിച്ചത്, ആത്മലോകത്തിൽ ഒരു കാര്യം സംഭവിച്ചാൽ അതിനെ കൈകാര്യം ചെയ്യുവാൻ വചനത്തിൽ വ്യവസ്ഥകളില്ലേ? വചനത്തിൽ അതിൻ്റെതായ രീതികളില്ലേ? അത് സ്വല്പമെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ക്രിസ്തീയ ഗോളത്തിൽ ഒരു പഠിപ്പിക്കലിനെ സംബന്ധിച്ച് സഹോദരങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുവാൻ ദൈവരാജ്യത്തിൽ ചില രീതികളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്.
എടുത്ത എല്ലാ ദൈവമക്കളും മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ആ വ്യവസ്ഥ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ പോവാണ്. അവിടെ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങളിൽ പറയുന്നു, നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ, ഹല്ലേലൂയ. ഇപ്പം അവർ പറയുന്നത്, ബ്രദേഴ്സ് പറയുന്നത്, ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ വ്യാജ പ്രബോധനം പഠിപ്പിക്കുന്നു, ഞാൻ പാഷണ്ഡത പഠിപ്പിക്കുന്നു എന്നൊക്കെയാണല്ലോ. അപ്പം നിന്റെ സഹോദരൻ ഒരു തെറ്റ് ചെയ്താൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. സഹോദരങ്ങൾ തമ്മിൽ ഒരു തെറ്റു പറ്റിയാൽ, സഹോദരങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ, ഒരു മിനിസ്ട്രികൾ തമ്മിൽ എന്തെങ്കിലും ആശയ വ്യത്യാസങ്ങൾ വന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവർ തമ്മിൽ ആദ്യം എന്താണ്? ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കണം, എനിക്കത് ബോധ്യപ്പെടുത്തി തരണം. ഇനി അത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വ്യവസ്ഥ എന്താണ്? അവൻ നിന്റെ വാക്കു കേൾക്കുന്നുവെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. ഇനി ശ്രദ്ധിച്ചേ, അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ 2. 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 2-3 സാക്ഷികളെ കൂടെ കൊണ്ടുപോയി അവൻ്റെ കൂടെ കൊണ്ടുപോവുക. ഹല്ലേലൂയ. എന്നിട്ട് എന്താണ്? അവരെ കൊണ്ടുകൂടെ അത് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് 17-ാം വാക്യം പറയുന്നു, അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെ പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലും ചുങ്കക്കാരനെ പോലും ആയിരിക്കട്ടെ. ഇന്ന് സൂം പോലൊരു ഫെസിലിറ്റി ഉള്ളപ്പോൾ നമുക്കൊരു സൂമിലൂടെ ഒരു ഡിസ്കഷൻ ആകാമായിരുന്നു അല്ലേ? ഹല്ലേലൂയ. എന്നിട്ട് ആ ഡിസ്കഷൻ ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങളത് ദൈവസന്നിധിയിൽ വെക്കാമായിരുന്നു. എന്നിട്ട് ദൈവത്തോടൊരു ഗൈഡൻസ് ചോദിക്കാമായിരുന്നു, യേശുവിനോടൊരു ഗൈഡൻസ് ചോദിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ആത്മീയമല്ലാത്ത ഒരു പ്രവൃത്തിയായി പോയി. These are the times and seasons where God is weighing the ministries. മിനിസ്ട്രികളെ കർത്താവ് അളക്കുന്ന സമയമാണ്. ശുശ്രൂഷകരെ കർത്താവ് അളന്ന് തൂക്കി നോക്കുന്ന സമയമാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-3 അധ്യായങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 7 വ്യത്യസ്ത സഭകളെ കർത്താവ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ആ സഭകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരെവിടെയാണ് വീഴുന്നത്. ഇതുപോലെ ഈ അന്ത്യനാളുകളിൽ, ഈ സമയത്ത് ദ ലോർഡ് ഈസ് ഇവാലുവേറ്റിംഗ് മിനിസ്ട്രീസ്. കർത്താവ് ശുശ്രൂഷകരെ അളക്കുകയാണ്, വിശ്വാസികളെ പോലും. കാരണം എൻഡ് ടൈം അനോയിന്റിംഗ് ഈസ് വെയിറ്റിംഗ്. ഹല്ലേലൂയ. മാൻഡിൽസ് ആർ വെയിറ്റിംഗ്, ഗ്ലോബൽ അസൈൻമെന്റ്സ് ആർ വെയിറ്റിംഗ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ കാണുന്ന ശുശ്രൂഷകരായിട്ട് ഒരുക്കപ്പെടുന്നവർ, പാസ്റ്റർമാരായിട്ടുള്ളവരുണ്ട്, ശുശ്രൂഷകരായിട്ടുള്ളവരുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ കഠിനാധ്വാനവും, കഴിഞ്ഞ നാളിലെ നിങ്ങളുടെ കണ്ണുനീരും, നിങ്ങളുടെ ഫാസ്റ്റിങ്ങും അധ്വാനങ്ങളും മടയത്തരം കാണിച്ച് വിമർശന വീഡിയോയിൽ ഇറക്കി നിങ്ങൾ നശിപ്പിക്കരുത്. കാരണം സ്വർഗം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവ് അതിന് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ എത്രയോ അധ്വാനിച്ചു, കഴിഞ്ഞ നാളുകളിൽ എത്രയോ നമ്മൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് വന്ന് കരഞ്ഞു, എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അതൊന്നും ഒരു തെറ്റായ പ്രവൃത്തി മുഖാന്തരം അത് നശിച്ചു പോകുവാൻ, കർത്താവ് നമ്മളെ തള്ളിക്കളയുവാൻ ഇടയാകരുത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലയുടെ സൗന്ദര്യം, വചനത്തിൻ്റെ ഘനം, അതിൻ്റെ ഗൗരവം സൂക്ഷിക്കുന്ന ആത്മീയ നേതാക്കന്മാർ ആത്മീയ ലോകത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാധു കൊച്ചുകുഞ്ഞുപദേശി, ആശാരി ഉപദേശി എന്നിവർ ഈ തലമുറയിൽ ഇന്നും ജീവിച്ചിരിക്കാൻ കാരണം അവർ സുവിശേഷത്തിന് കൊടുത്ത വില, അവരനുഭവിച്ച ത്യാഗമാണ്. അവരോടൊപ്പം ഓർത്തിരിക്കാൻ ചില പേരുകൾ വരും തലമുറയ്ക്ക് സമ്മാനിക്കുവാൻ ആർക്ക് മനസ്സുണ്ട്? അന്യോന്യം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ചില ഭക്തന്മാർ കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു.